ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസിപ്പി ചമ്മന്തി, പപ്പടവും കൂടെ ചേർത്തുള്ള ഒരു ചമ്മന്തിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ പപ്പടം പൊരിച്ചെടുക്കുന്നതാണ്. ഒരു 3-4 പപ്പടം നമ്മൾ പൊരിച്ച് മാറ്റി വയ്ക്കണം. അതിനായിട്ട് നമ്മളിപ്പം അടുപ്പിലേക്ക് പാത്രം വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം ഓരോന്നായിട്ട് പൊരിച്ചു കൊടുക്കാം. പപ്പടം പൊരിക്കുമ്പം തീ ഇച്ചിരി നല്ലതുപോലെ ഇട്ടിട്ട് നല്ലതുപോലെ മുരിഞ്ഞ് വരത്തക്ക വിധത്തിൽ വേണം പപ്പടം പൊരിച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഈ ചമ്മന്തി സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കും ഡ്യൂട്ടിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും ഇത് തയ്യാറാക്കി കൊണ്ടുപോയ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ചമ്മന്തിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ പപ്പടമെല്ലാം പൊരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നല്ലതുപോലുള്ള നമ്മുടെ വറ്റൽമുളക്, അതായത് ഉണക്കമുളക്, കടുവറുക്കാൻ ഉപയോഗിക്കുന്ന മുളക്, പിന്നെ കുറച്ച് ചുമന്നുള്ളി, ഇതെല്ലാമാണ് ഇതിനകത്ത് ആവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടുന്നത്. അതേ പാത്രത്തിൽ തന്നെ നമ്മൾ പപ്പടം പൊരിച്ച എണ്ണ അങ്ങ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം വേറെ പുതുതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പപ്പടം കാച്ചിയ എൻ്റെ പൊടി ഇരുന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും. ആ എണ്ണയിലോട്ട് നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 5-6 മുളകാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. അപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് കുറച്ച് നല്ല ചുമന്നുള്ളി പൊലിച്ചത് എടുത്ത് ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 10-15 പീസ് ചുമന്നുള്ളി വേണം. അതുമായിട്ട് നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മുളക് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്കൊരു കഷ്ണം ഇഞ്ചി ചേർക്കണം. ചമ്മന്തിക്ക് എപ്പോഴും ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മളൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചമ്മന്തിക്ക് പുളി വേണ്ടുന്നവർക്ക് കുറച്ച് നല്ല പുളിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. പുളി കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ചേർക്കണം, കുറച്ച് വേണമെന്നവർക്ക് കുറച്ച് ചേർക്കണം. ഞാനിവിടെ ഇപ്പം കുറച്ച് ചേർക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പുളിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കറിവേപ്പിലയും ഇഞ്ചിയും പുളിയും എല്ലാം കൂടെ ചേർത്തുള്ള ചമ്മന്തിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതെല്ലാം ചമ്മന്തിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്. ഇതൊന്നും ചേർത്തില്ലെങ്കിൽ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റും കിട്ടത്തില്ല. അങ്ങനെ നമ്മളിതെല്ലാം മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ മതി. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മുളകും ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ എല്ലാം നല്ല പുളിയും കൂടെ ആയിട്ട് നല്ലതുപോലെ എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ പിടിപ്പിക്കുന്ന കറിവേപ്പില ആയതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് വിഷാംശങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നല്ലതുപോലെ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ തണുക്കണം. ഇനി തണുത്തതിന് ശേഷം വേണം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണിത്. നല്ലതുപോലെ ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ശേഷം കാണിക്കാം.
നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്നത് പോലെ അരയ്ക്കരുത്, ഇതൊന്ന് പൊടിച്ചേ എടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് പൊടിക്കേണ്ടത്. അപ്പം നല്ലതുപോലെ നമ്മൾ കണ്ടെന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് അരയ്ക്കണം. തിരിങ്ങിയ പച്ചത്തേങ്ങയാണ്, 1 കപ്പ് പച്ചത്തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊന്നും നമ്മൾ ചൂടാക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ അരച്ചാൽ മതി. അത് അരച്ച് വെച്ചതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച പപ്പടം അതേ കടായിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ച് വയ്ക്കണം. കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഞെവിടി പൊടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ പപ്പട ചമ്മന്തി. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പപ്പടവുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അന്നേരം ഇതിലോട്ട് ആ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും പുളിയും ഈ പപ്പടവും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് ഉപ്പേ ചേർക്കാവൂ തേങ്ങയിൽ. ഈ പപ്പടത്തിന് ചിലതിന് നല്ല ഉപ്പുള്ള പപ്പടമായിരിക്കും, അപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അന്നേരം ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാലും ഇത് 2 ദിവസം വരെയൊക്കെ ഉപയോഗിക്കാം, ചീത്തയായി പോകത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ മുളകും എല്ലാം എണ്ണയിൽ അനത്തിയെടുത്തത് കൊണ്ട് നല്ല പോലെ കേടാവാതെ ഇരിക്കും. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ലതാണ്, ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ. അങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വ്ലോഗുമായിട്ട് തൊട്ടടുത്ത ദിവസം കാണാം. ഓക്കേ, നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ റെഡി.